ഹായ് ഫ്രണ്ട്സ്, അവർക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെൻറ്റ് എന്നൊരു കമ്പനിയുടെ ഹാൻഡ് ബ്ലെൻഡറാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതൊരു ഇന്ത്യൻ മെയ്ഡ് ISI മുദ്രയുള്ളൊരു ഹാൻഡ് ബ്ലെൻഡറാണ്. ഇതിന് ഏകദേശം ഒരു 1350 റേഞ്ചോളം വരും ഇതിൻ്റെ പ്രൈസ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിവ്യൂവും വർക്കിംഗ് വീഡിയോയും ചെയ്യാം. പിന്നെ ഞാനിത് വാങ്ങിയത് എൻ്റെ ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് വെച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാക്കിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ സീലൊക്കെ നമുക്ക് ഒന്ന് പൊട്ടിച്ച് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് അതിൻ്റെ യൂസർ മാനുവലാണ്. സാധാരണ യൂസർ മാനുവലിനെ പോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നോ യുവർ പ്രൊഡക്റ്റ് എന്നൊരു ഹെഡിങ് കൊടുത്ത് അതിന് ശേഷം അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ കമ്പോണൻസൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഒരു മെനുവിലുള്ളൂ. പിന്നെ നമുക്ക് പാക്കിങ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ബീറ്റേഴ്സും പിന്നെ അതുപോലെ തന്നെ ഡോ ഹുക്കുമാണ്. അതിപ്പോൾ സാധാരണ ബ്ലെൻഡറിന് കൂടെ കിട്ടുന്ന പോലെ തന്നെ നമുക്കത് രണ്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്ന ഒരിക്കലും ഒരു പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയല്ല. ഞാനിത് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ബീറ്ററും ഡോ ഹുക്കും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അപ്പം വേറൊരു ബ്ലെൻഡർ മേടിച്ചാൽ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. ഇതാണ് സ്റ്റാൻഡ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബോഡിയാണ്. അത് വെച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ കെൻറ്റ് എന്ന ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ മെയിൻ യൂണിറ്റായ മോട്ടോറാണ്. അത്യാവശ്യം നല്ലൊരു ബബിൾ റാപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്കിത് വെളിയിലെടുത്ത് വിശദമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്കതിൻ്റെ ബ്രാൻഡ് നെയിം ലേബിൾ ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ അതിൻ്റെ എത്ര വാൾട്ട്സ് 50 വാൾട്ടാണ് അതിൻ്റെ മോട്ടോറിൻ്റെ പവർ വരുന്നത്. പിന്നെ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടും അത് കാര്യങ്ങളൊക്കെ അവിടെ ലേബിൾ ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ നമ്മുടെ ISI മാർക്ക് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 5 സ്പീഡ് മോട്ടറാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊരു ഇജക്ഷൻ ബട്ടൺ അതിന് മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതൊരു മോട്ടർ വന്നിരിക്കുന്നത് 100% കോപ്പർ മോട്ടറാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ഓവർഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിതൊന്ന് സ്റ്റാൻഡിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ മെയിൻ മോട്ടർ വെക്കുക. അതിനുശേഷം നമ്മുടെ ഡോ ഹുക്കും ബീറ്ററും അതിൻ്റെ ചെറിയ ഹോളിലൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ലൊരു ലുക്കാണ് സംഭവം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഇത് നമുക്കിതിൻ്റെ പെർഫോമൻസ് നോക്കിക്കളയാം. ഇതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ടയുടെ വൈറ്റ് എടുത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു RPM ഉള്ളൊരു മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള ബെല്ലൈക്കൺ അമർത്തിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ മാത്യു സൈനിങ് ഔട്ട്.